ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 800 ഗ്രാം ചിക്കനാണ്. ഇനി നമുക്കിതിലേക്കൊരു തേങ്ങയുടെ അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തിട്ടെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും 2 ഏലക്കയും 3 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 6 ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം നമുക്ക്. അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തുള്ള തേങ്ങയൊക്കെ ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പൊടികളൊന്നും കരിഞ്ഞു പോവാതെ ഒരു 30 സെക്കൻഡൊക്കെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മൂപ്പിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. ഒട്ടും തരിയില്ലാതെ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അത് അരച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. സവോളയൊക്കെ നന്നായിട്ട് ഇതുപോലെ വഴണ്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ പച്ചമണവും കൂടെ ഒന്ന് മാറ്റിയെടുക്കണം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ്. നന്നായിട്ട് പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക. അത് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതും കൂടെ തന്നെ 2 പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് കൊടുക്കാം നമുക്ക്. തക്കാളി ഒരുപാട് ഉടഞ്ഞൊന്നും പോവണ്ട. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ കൂടെ തന്നെ തക്കാളിയും വെന്ത് കിട്ടിക്കോളും നമുക്ക്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ചേർത്ത് ഞാനൊരു 2 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. ഇനിയാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ നല്ല ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ അടപ്പൊക്കെ തുറന്ന് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 80-85% ചിക്കൻ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ഈ സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ചേർത്തുകൊണ്ട് തന്നെ കറി നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഈ സമയത്ത് ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് കിട്ടിക്കോളും. ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിക്കായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉള്ളി ഒന്ന് താളിച്ചിട്ട് ഒഴിക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 10 ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ ഉള്ളിലേക്ക് ഇതുപോലെ നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇളക്കി ഉപയോഗിക്കാതെ കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഒക്കെ ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. ആ സമയം കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത മല്ലിയിലയും ചെറിയ ഉള്ളിയുടെ ഒക്കെ ടേസ്റ്റ് നമ്മുടെ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടിക്കോളും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടപ്പ് തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല സ്മെല്ലാണ് ഈ സമയത്ത്.
നമ്മൾ ചേർത്ത് കൊടുത്തുള്ള ചെറിയുള്ളി താളിച്ചതിൻ്റെയൊക്കെ നല്ലൊരു മണമാണ് വരുന്നത്. അപ്പം നമ്മളെ കിഡിലിന് ടേസ്റ്റുള്ള വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല നൈസ് പത്തിരിയുടെ ഒക്കെ കൂടെ കിഡിലും കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെയോ തേങ്ങാച്ചോറിൻ്റെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.